ഇത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ കൊള്ളൂ? പറ്റില്ല, ഭയങ്കര കയ്പാ അത്. കയ്പാണ്. കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അല്ല, ഇത് കഴിച്ചാൽ വേറെ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ കുരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ ചെറിയ ഒഴിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായപ്പോൾ ശാലം മോര് കുടിച്ചാൽ മതി. അമ്മയും മോളും കൂടെ ഇതെന്താ പരിപാടികളൊക്കെ? ഇത് മക്കോട്ടദേവം എന്ന് പറഞ്ഞ ഒരു കായ അരിയൊന്നും ഷുഗറിനുള്ള മരുന്നാണിത്. ഷുഗറിന്? ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? മക്കോട്ടദേവ. മക്കോട്ടദേവ. ഇത് നമ്മളിവിടെ ഉണ്ടോ ധാരാളമായിട്ട്? വിൽക്കുന്നുണ്ടോ? ഇത് വിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിന് നല്ല വില കിട്ടുമോ? വില കിട്ടും. പഴുത്തത് അരിഞ്ഞു കൊടുക്കുവാണല്ലേ? പഴുത്തത് അരിഞ്ഞിട്ട് ഉണക്കി കൊടുക്കുക. എങ്ങനെയാ അന്നേരം ഉണങ്ങുന്നേ? വെയിലത്ത് വെച്ച് ഉണക്കും, അല്ലെങ്കിൽ ഡ്രയറിൽ വെച്ച് ഉണക്കും അല്ലേ? ഇത് അരിയാനൊക്കെ എളുപ്പമാണോ? അരിയാനും കുഴപ്പമില്ല, എളുപ്പമാണ്. ആണോ? ഒരേ ഷേപ്പ് വേണോ അല്ലേ? ഇത് ആരാ ഇത് വാങ്ങിച്ചോണ്ട് പോണേ? ഇത് ചേട്ടന്റെ പെങ്ങളുടെ ഭർത്താവ് ഇതിന്റെ അണ്ണം കൊണ്ടുപോയി. അദ്ദേഹം ഇത് വാങ്ങിച്ചോണ്ട് പോവല്ലേ? എത്ര മരമുണ്ട്? 100 കൂടുതൽ മരങ്ങളുണ്ട്. ആണോ? ഈ മരം എത്ര വർഷമായി ഇവിടെ നട്ടിട്ട്? 5 വർഷമായി. 5 വർഷമായി അല്ലേ? നമുക്ക് എത്ര നാൾ കഴിഞ്ഞപ്പോഴേ ഇതിന്റെ വിളവെടുപ്പ് തുടങ്ങി? 2ാം വർഷം വിളവെടുത്തു. 2ാം വർഷം വിളവെടുത്തു അല്ലേ? അപ്പൊ ഇതിന് അന്ന് മുതൽ നല്ല വില കിട്ടുന്നുണ്ടോ? അന്നൊക്കെ നല്ല വില ഉണ്ടാകും. നമ്മുടെ ഈ മരങ്ങള് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇത് മൂന്നാറിലെ സ്ഥലം അല്ലെ? മൂന്നാർ. ഇവിടെ കറക്റ്റ് സ്ഥലം എവിടെ? ആനച്ചാല്. അപ്പൊ ഇവിടെ ഈ ഏതൊക്കെ സമയത്ത് ഇതിന്റെ വിളവെടുപ്പ് എടുപ്പ്? ഇപ്പൊ ജൂൺ ജൂലൈ മാസത്തിലാണ് കൂടുതൽ പ്രധാനമായിട്ടും. ഇങ്ങനൊരു ചെടി നടുന്നതിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? അതെന്റെ മരുമകനാണ് ഇതിന്റെ ആളല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നട്ടു കഴിഞ്ഞാല് ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിന് വില കിട്ടും. അങ്ങനെയാണ് നമ്മളിത് നട്ടെ അല്ലേ? എന്തായാലും ഇത് അത്യാവശ്യം നമുക്ക് വില കിട്ടുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഇതിന്റെ ഉപയോഗം എന്താണെന്നറിയാമോ? ഷുഗർ നോർമലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഷുഗർ കുറയാനും ഒക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതെല്ലാം മരുമകൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. മരുമകൻ തന്നെയാ ഇതിന്റെ എല്ലാ ആള്. അപ്പൊ മരുമകൻ ഇപ്പൊ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് അരിഞ്ഞ് കൊടുക്കുവാണല്ലേ? അരിഞ്ഞു കൊടുക്കും. അപ്പൊ മരുമകനോട് ചോദിച്ചാൽ ഇതിന്റെ കൃത്യ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? അപ്പൊ മരുമകനോട് തന്നെ നമുക്ക് ചോദിക്കാം. സജിമോനെ, അപ്പൊ നമ്മുടെ ബിസിനസിന് വേണ്ടിയുള്ള സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? വന്നതാണ്. ഇതെന്താ ഇതിന്റെ ഉപയോഗം? ഇത് മക്കോട്ടദേവ എന്ന് പറയുന്നത് ഡയബറ്റിക്കുള്ള മരുന്നാണ്. ഇതിന്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തെ സർക്കുലേഷൻ കൊണ്ടുണ്ടായ എല്ലാ അസുഖത്തിനും നല്ലതാണ്. ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, അതുപോലെ നമ്മുടെ യൂറിക് ആസിഡ്, അതായത് ശരീരത്തിൽ രക്തഓട്ടം കൊണ്ട് എന്ത് ഗുണം കിട്ടുമോ അതിനെല്ലാം നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് നാട്ടിലേക്ക് തൊടുപുഴയ്ക്കൊക്കെ ആണെങ്കിൽ ഇത്രയും വിളവുണ്ടാവില്ല. ഹൈറേഞ്ച് പ്രദേശത്തേക്ക് നന്നായിട്ട് കായ്ക്കും സാധനം. കാരണം നമുക്ക് അവിടെ കിട്ടുന്നതിൽ ഒരു 2 അടി 3 അടി കൂടുതൽ വിളവ് നമുക്ക് ഹൈറേഞ്ചിൽ കിട്ടും. ഈ കാലാവസ്ഥ അനുകൂലമാണ്. തന്നെയല്ല, പഴമാണെങ്കിൽ നല്ല മുഴുപ്പുള്ള പഴമായിരിക്കും ഇത്. അപ്പോൾ ഇതെൻ്റെ വൈഫ് സാധനം ഇവിടെ ഈ സാധനം കൊണ്ട് നേരത്തെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാനാണ് ഇവിടെ വന്നത്. ഇതെൻ്റെ മൂത്ത എൻ്റെ വൈഫിൻ്റെ ആങ്ങളെയാണ്, വിനോദ് എന്നാണ് എൻ്റെ പേര്. ഇത് ഏറ്റവും ഇളയാള് ഷൈജു. ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് കൃഷിയും കാര്യങ്ങളുമാണ്. വേറെ ഏലവും കാര്യങ്ങളും എല്ലാ സംവിധാനമുണ്ട്. ഇദ്ദേഹം ഇവിടെ ആനച്ചാല് ആ സ്ഥലത്തു നിന്നൊരു ഹോൾസെയിൽ നടത്തുവാണ്, പല്ലക്കിൻ്റെ ഹോൾസെയിൽ. ഇതെൻ്റെ സുഹൃത്ത് ബാലേന്ദ്രൻ ചേട്ടനാണ്, തൊടുപുഴയിൽ എൻ്റെ ഇവിടെ വന്നതാണ്. ഇത് മൂത്തയാളുടെ ഭാര്യ ആണ്, പുള്ളിക്കാരി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ അമ്മയാണ്, വൈഫിൻ്റെ അമ്മയാണത്. ഇവരിപ്പോൾ അരിഞ്ഞു തരുമോ നമുക്ക് ഉണ്ടാകാനായിട്ട്? മുഴുവൻ അരിയുന്നില്ല, അരിഞ്ഞു തരുവാണ്. പക്ഷേ ഈ സാധനത്തിൻ്റെ ഗുണം ഇവർക്കെല്ലാം മനസ്സിലായിട്ടുള്ള സാധനമാണ്. ഇങ്ങനെ ഗുണം ഉണ്ടെന്ന്. ഇത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നമ്മളിത് ഉണങ്ങുമല്ലേ? ഉണങ്ങുക. എന്നിട്ട് ഇത് ആർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്? നമ്മളിത് ഇവിടുന്ന് അരിഞ്ഞ് എടുത്തിട്ട് നമ്മൾ ട്രയൽ ഉണങ്ങും. മഴയായതുകൊണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് വൈദ്യന്മാരുണ്ട്, ആയുർവേദ വൈദ്യന്മാരുണ്ട്, അവർക്ക് ഇത് മൊത്തമായിട്ട് കൊടുക്കുകയും നമ്മളിത്. എത്ര വർഷമായി ഇതിന്റെ ബിസിനസ് ചെയ്യാൻ? 10 വർഷമായി. സക്സസ് ആണോ ഇത്? അതെ, 100% സക്സസ് ആണ്. ഇതാണ്ട് ഒരു 100 കിലോളം വരും അല്ലേ? അപ്പൊ ഇതെല്ലാം നമുക്ക് വിറ്റഴിക്കാൻ പറ്റും? വിറ്റഴിക്കാൻ ഇതിപ്പോ നല്ലൊരു ഓർഡർ ഉള്ള സാധനം. ഇത് ഓർഡർ ഉണ്ട്. അത് ഓൺലൈൻ ആയിട്ടൊക്കെ കൊടുക്കും? നമ്മുടെ അടുത്ത് വൈദ്യന്മാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. ഇത്രയും ഗുണകരമായ ഒരു സംഭവമാണ് അല്ലേ? റിസൾട്ട് ഉള്ള സാധനമാണ്. റിസൾട്ട് ഉള്ളതാണ്. അതായത് ആയുർവേദ വൈദ്യന്മാർ തന്നെ ഇത് വാങ്ങിച്ചോണ്ട് പോവാണ് വന്ന്. അവരാണ് പിന്നെ ഇത് മാർക്കറ്റ് ചെയ്ത് ഇത് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. അതല്ലാണ്ട് നമുക്ക് മൊത്തമായിട്ട് ബൾക്കായിട്ട് ആൾക്കാരെ വൈദ്യന്മാർ കൊണ്ടുപോകും. ഇത് ഈ ഷുഗർ കുറയെന്ന് പറയുന്നത് നമ്മൾ ഇതെങ്ങനെയാ ഉപയോഗിക്കുന്നത്? ഇതിന്റെ പഴം അരിഞ്ഞ് ഇത് പഴം 2ആയിട്ട് മുറിച്ച് ഇതിന്റെ കുരു നീക്കം ചെയ്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് ഉണങ്ങണം. ശകലം പോലും വെള്ളത്തിന്റെ ആവശ്യത്തിനകത്ത് ഉണ്ടാകരുത്. ഉണങ്ങിയെടുത്തിട്ട് അതിനകത്ത് ചെറിയ പീസുകൾ, നമ്മൾ സവാള അരിയുന്നത് ചെറിയ പീസുകൾ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് നന്നായിട്ട് സ്റ്റവിൽ വേവുക. വെന്തിട്ട് നമ്മൾ വെറും വരി 2 ഗ്ലാസ് കഴിക്കണം. ബാക്കിയുള്ള വെള്ളം നമ്മൾ 4 മണിക്ക് മുമ്പായിട്ട് കുടിച്ചെടുക്കണം. അതായത് അരുചിയൊന്നുമില്ല. ഒരു ഗ്ലാസിനകത്ത് എത്ര? 2 ലിറ്ററിനകത്ത് ഒരു 6 പീസ്. 6 പീസ് 2 ലിറ്ററിനകത്ത് ഈ ഉണക്ക അല്ലേ? അപ്പൊ അത് ഇട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചാൽ അതിനകത്ത് വേഗണം. കാരണം ഇതിന് സത്തറങ്ങണം അതിനകത്ത് നിന്ന്.
അപ്പൊ ഈ ഷുഗർ കൂടുതലുള്ളവരെ കുറയും. ഷുഗർ കൂടുതലല്ല, നമ്മുടെ സർക്കുലേഷൻ രക്തയോട്ടം ക്രമപ്പെടുത്തുകയാണേ. രക്തയോട്ടം കൊണ്ട് നമ്മുടെ ഷുഗർ കൂടുകയോ കുറയുന്നതല്ല, ഒരു ലെവലിൽ നിർത്താൻ പറ്റും. അതായത് ഷുഗർ ഇല്ലാത്തവനും കഴിക്കാതെ, മറ്റു അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി. ഓ, അങ്ങനെ കഴിക്കാം. അല്ലാണ്ട് ഈ ഇത് ഷുഗർ ഇല്ലാത്ത ഒരാൾ കഴിച്ചാൽ ഷുഗർ താഴ്ന്നു പോയില്ല. അവൻ രക്തയോട്ടം ക്രമപ്പെടുത്തുള്ളൂ. ശരീരത്തിലെ ഒരു ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അവൻ നല്ല ആരോഗ്യവാനാണ്. അപ്പൊ ഇത് കഴിച്ചാൽ പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോവില്ല. നമ്മുടെ ശരീരത്തെ രക്തയോട്ടം ക്രമപ്പെടുത്തി ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. പക്ഷെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഷുഗർ പെട്ടെന്ന് കുറയുമെന്ന്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് കഴിച്ചാൽ കുറയില്ല. ഈ വെള്ളം കുടിച്ചെന്നോർത്ത് പറയാം. ഇത് ഷുഗർ ഇല്ലാത്തവനും കഴിക്കാം. സാധാരണ നമ്മൾ വെള്ളം ഉപയോഗിക്കാം. എനർജറ്റിക് ആണ് സാധനം. എനർജറ്റിക് ആയിട്ട് നമുക്ക് ആർക്കും ഉപയോഗിക്കാം. ഇത് ആയുർവേദ മെഡിസിൻ വല്ലതാണോ? അല്ല, ആയുർവേദ അല്ല. നമുക്ക് ഇത് വിദേശിയാ. ഇന്തോനേഷ്യ, മലേഷ്യയിലുള്ള സാധനമാണ്. നമുക്ക് കേരളത്തിലെ ഇത് ആയുർവേദത്തിൽ വരുന്നില്ല. ഇത് വിദേശിയായുണ്ട്. അപ്പൊ ഇതിങ്ങനെ കഴിച്ചവർക്കൊക്കെ ഗുണകരമാണ്. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ 100 കിലോ ആണ് സാധനം. ഈ 100 കിലോ ഉള്ള സാധനം ഞാൻ കൊണ്ടുപോകണമെങ്കിൽ ഈ സാധനം മാർക്കറ്റിലുള്ളതാണോ? ഇത് ഉപയോഗിച്ച് ഗുണമുള്ളതല്ലേ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആരും ഓർഡർ ചെയ്യത്തില്ല. ഈ ഇതിന്റെ തൈക്കൊക്കെ എന്താ വില? തൈ നമുക്ക് 100 രൂപയ്ക്ക് വിലയുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് തൈ ഉണ്ടോ? ഇത് നമ്മൾ തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതെല്ലേ? പണ്ട് 500 രൂപയ്ക്ക് ആയിരുന്നു അല്ലേ? ഈ കർണാടകയ്ക്ക് കഴിഞ്ഞ ദിവസം വന്ന് 500 രൂപ കൊണ്ടുപോയി. കർണാടകത്തിലേക്ക് കൊണ്ടുപോയി 500 രൂപ കൊണ്ടുപോയി. ഇത് ഏത് കാലാവസ്ഥയിലും വളരുമോ? കേരളത്തിലെ എല്ലാ കാലാവസ്ഥയും വളരും. വേനൽക്കാലത്ത് നനവോ മറ്റു കാര്യങ്ങളൊക്കെ? നമ്മുടെ ജാതി പോലെയാണ്. കായ ആയതുകൊണ്ട് വെള്ളം വേണം, നന്നായിട്ട് വെള്ളം വേണം. കാരണം ജാതിക്ക് വെള്ളം വേണമല്ലോ. കായല്ലേ ഇതല്ലേ തന്നെ, ഇത് പഴമല്ലേ. അപ്പൊ വെള്ളത്തിന്റെ സൗകര്യം വേണം. ഇത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ കൊള്ളുമോ? പറ്റില്ല. കയ്പാണ്. അല്ലെങ്കിൽ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അല്ല, ഇത് കഴിച്ചാൽ വേറെ കുഴപ്പമില്ല. കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ കുരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ ചെറിയ ഒഴിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായ പോലും സാധനം മോര് കുടിച്ചാൽ മതി. ഈ കുരു കഴിച്ചാൽ മാത്രം ഒഴിച്ചിട്ടുണ്ടാവോ? അല്ലെങ്കിൽ പഴം നാരായത് കയ്പ കണ്ടാ ഭയങ്കര ഭംഗിയാണല്ലോ. ഇത് കയ്പായിട്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ വേറെ ഒരരുചിയില്ല. നല്ല നമ്മൾ സാധാരണ നമ്മൾ ചപ്പക്കത്തിന്റെ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ വേറെ അരുചിയില്ല സാധനത്തിനില്ല. നമ്മുടെ ഈ കാലാവസ്ഥയില് കൂടുതൽ വിളവ് കിട്ടുമെന്നാ പറഞ്ഞേ, ശരിയാണോ? ഇവിടെ വിളവ് കിട്ടും, നല്ല വിളവുണ്ടല്ലേ? സമീപമുള്ള ആളുകൾ ഇത് ഈ കൃഷി ചെയ്യുന്നുണ്ട്? അടുത്ത് എല്ലായിടത്തും തന്നെ ഉണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയി തൈ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ബൾക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നുണ്ടോ? അവര് നമുക്ക് കൊണ്ടുതരും. അവര് കായ ഉണ്ടായി നമ്മളെ ഏൽപ്പിക്കും അല്ലേ? ഇത് ലാഭകരമാണോ ഈ കൃഷി? ലാഭകരമാണ് അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.